എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, 2025 തീരുന്ന സമയത്തും 2026 എന്ത് ചെയ്യും എന്ന് ഞാനൊരു പ്ലാനൊന്നും വെച്ചിട്ടില്ലായിരുന്നു. കാരണം 2022 തൊട്ടിട്ട് എനിക്ക് ഓരോ വർഷവും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു എൻ്റെ ഓരോ വരകളും. എന്താ വരകൾ എന്ന് വെച്ചാൽ ദേ ഈ വരയാട്ടോ ഉദ്ദേശിച്ചത്, അല്ലാതെ കുത്തി വരയല്ല കേട്ടോ. ഓരോ പ്രാവശ്യം കൃഷ്ണനെ വരയ്ക്കുമ്പോഴും കൃഷ്ണനോട് ഞാൻ പറയാറുണ്ട്, എനിക്ക് ഈ ഒരു വർഷം തീരുമ്പോഴേക്കും എനിക്ക് ഇന്ന സംഭവങ്ങൾ വേണം, ഇന്ന സംഭവങ്ങൾ പൂർത്തീകരിച്ച് തരണം, ഇന്നത് വേണം എന്നൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട്. അപ്പൊ 2022 തൊട്ടിട്ട് ഞാൻ ഓരോരോ 22 തൊട്ടിട്ടല്ല, 21 തൊട്ടിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. 21 ഐഫോൺ 6 എടുത്തായിരുന്നു. അന്നൊക്കെ 21 6 എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യം തന്നെയായിരുന്നു. അതേ 2021 തന്നെ അല്ല, 21 6 എടുത്ത് 22 ഞാൻ കാറ് മേടിച്ചു, ഷിഫ്റ്റ് മേടിച്ചു. അപ്പൊ 2022 കാര്യങ്ങളും എനിക്ക് പൂർത്തീകരിച്ചു. അതേ ഇയറിൽ തന്നെ 22-23 ഐഫോൺ 15 പ്രോ എടുത്ത് 23 2023 ഗുരുവായൂർ 101 ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ള എൻ്റെ വലിയൊരു സ്വപ്നം, അതും അവിടെ സാധിപ്പിച്ചു. അതോടൊപ്പം 15 പ്രോയും ഞാൻ എടുത്തു. 2024 ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കണം എന്നുള്ള ഒരാഗ്രഹം, അത് ഞാൻ സഫലീകരിച്ചു. 2025 എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഉള്ളൊരു സ്വപ്നം എന്താ വെച്ചാൽ ഒരു വീടെന്നുള്ള സ്വപ്നം, അത് ഞാൻ പൂർത്തീകരിച്ചത് 2025 അതോടുകൂടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിലുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് എൻ്റെ ലൈഫിലൊന്നുമില്ല. പിന്നെ കുറച്ച് ആഭരണങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഈ ഒരു ഇയർ കൊണ്ട് കുറേശ്ശെ ഞാൻ മേടിച്ചു കൂട്ടി, അതും ഞാൻ സേഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 2026 തുടങ്ങുന്ന സമയത്ത് എനിക്ക് വലിയ പ്രതീക്ഷയും കാര്യങ്ങളും ഒന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു ആഗ്രഹത്തെ തട്ടി ഉണർത്തുന്ന ഒരാളുണ്ടായിരുന്നു. ആ ആളുടെ പേരൊന്നും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, ആ ഒരു ആഗ്രഹം കൂടി നീ എന്തുകൊണ്ട് സാധിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്തപ്പം യെസ്, 2026 നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് എന്നെന്നും ലൈഫിൽ ഓർത്തിരിക്കാൻ ഒരു സംഭവം വേണം. അപ്പൊ ആ സംഭവം എന്താന്നുള്ളത് ഏതായാലും ഇപ്പൊ ഞാൻ പറയാനൊന്നും പോകുന്നില്ല. പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2 months വെയിറ്റ് ചെയ്യണം. അതിന്റെ മുമ്പായിട്ട് എനിക്കത് പറയാനുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല. കാരണം അതൊക്കെ കുറേ പ്രൊസീജിയറുള്ളൊരു സംഭവമാണ് ഞാൻ ഈ 2026 ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ പോകാൻ നോക്കുകയാണ്. എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നത്, എപ്പോഴാ പോകുന്നത് എന്നൊന്നും ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും 2026 ഞാൻ ആഗ്രഹിച്ച, അതും 2020 ഒരിക്കൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണ്ട എന്ന് വെച്ചൊരു സാധനം 2026 ആയപ്പം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഞാൻ. ശ്രമമാണല്ലോ ഏറ്റവും വലിയ വിജയത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം ശ്രമിക്കുക, ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്താ പറയാ, ദൈവത്തിന് വിട്ടു കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാന് അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ബാക്കിയൊക്കെ എന്താണോ ദൈവം നമുക്കത് നിശ്ചയിച്ചിട്ടുണ്ടോ വിധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ദൈവത്തിന്റെ കയ്യിൽ മാത്രം ഒതുങ്ങുന്നൊരു സംഭവമാണ്. നമുക്ക് മുൻകൂട്ടി പ്രവചിച്ച് പറയാൻ പറ്റൂല. ഇനിയൊരു പക്ഷെ കണിപ്പയ്യൂരിനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ പറയാൻ പറ്റുമായിരിക്കും, ഇല്ലേ? നമ്മൾ പണിക്കരുത് എന്ന് പറയുമ്പോൾ ആദ്യം കണിപ്പയ്യൂരിനെ ആട്ടോ ഓർമ്മ വരിക. അതുകൊണ്ടാണ് ഈ കണിപ്പയ്യൂര് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. ഞാൻ ഒരിക്കൽ ഫോട്ടോ കൊടുക്കാനോ അങ്ങാണ്ട് കണിപ്പയ്യൂരിന്റെ അടുത്ത് പോയിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. വെറും ഒരു എന്താ പറയാ, ഒരു വാക്യം മാത്രമാണ് കണിപ്പയ്യൂര് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് പോലും പ്രവചിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും ഈ ഒരു കാര്യം നടക്കണേന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇത്രത്തോളം
സസ്പെൻസ് ഇട്ടെങ്ങാനും ഇതെന്തുവാ സംഭവം എന്നൊക്കെ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ എനിമികൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മാസം സമയമുണ്ട്. 2 മാസത്തെ സമയം എൻ്റെ എനിമികൾക്ക് ഇത് കുത്തിക്കുറിച്ച് എൻ്റെ അയൽവക്കക്കാരോട് ചോദിക്കാം, പർദ്ദയിട്ട് വന്ന് അന്വേഷിക്കാം, വേണ്ടപ്പെട്ടവരെ വിളിച്ച് ചോദിക്കാം, അങ്ങനെ 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 വീടിൻ്റെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടാം, ഒക്കെ ചെയ്യാം. അപ്പൊ 2 മാസം നിങ്ങൾക്ക് സമയമുണ്ട്. 2 മാസം എന്ന് വെച്ചാൽ 60 ദിവസം നിങ്ങൾക്ക് സമയമുണ്ട്. ആ 60 ദിവസത്തിനുള്ളിൽ ഞാൻ പറയുന്നതിന്റെ, ഞാൻ റിവീൽ ചെയ്യുന്നതിന്റെ മുമ്പേ ആയിട്ട് നിങ്ങൾക്കത് റിവീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ റിവീൽ ചെയ്യും. അതൊരു റിവെഞ്ച് ആയിട്ട് എടുക്കും നിങ്ങൾ. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ്. വളരെയധികം സന്തോഷം പിടിച്ചൊരു ദിവസമാണ് എനിക്ക്. എൻ്റെ സ്വപ്നത്തിലേക്കുള്ള ആദ്യപടി ഞാൻ വെക്കുന്ന ഒരു ഡേ എന്ന് തന്നെ പറയാം, അങ്ങനെ തന്നെ പറയണം. അപ്പം ആ ഒരു ഡേക്ക് വേണ്ടിയിട്ട് പോകാനൊക്കെ റെഡി ആയപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോടുകൂടി ഒന്ന് പറഞ്ഞേക്കാം. കാരണം നിങ്ങൾ ഓരോരുത്തരും ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അല്ലാത്ത പക്ഷം ഞാൻ ആഗ്രഹിക്കുക എന്ന് മാത്രമല്ല, എനിക്കത് സാധിപ്പിക്കണമെന്നില്ല. ഒരു തലതേ നമ്മുടെ സ്വന്തം കണ്ണൻ ഇന്നലെ വർക്ക് ചെയ്ത് തീർത്ത് വെച്ചാട്ടോ, ഇത് ഫിനിഷ് ചെയ്തിട്ട് വേണം ഇന്ന് കൊറിയർ ചെയ്യാൻ. എനിക്ക് പോയി വന്നിട്ട് വേണം ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ. ഇനിയൊരു ബ്ലൂ അടിച്ചാൽ മതി, പിന്നെ തലക്കൊരു ബ്ലാക്കും കൂടി അടിച്ചാൽ മതി, എന്നാൽ കണ്ണൻ ഫിനിഷാണ്. അപ്പം ഇവൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പരസ്യവും കൂടി ആയേക്കാം. അപ്പം ഈറ്റ ഫോട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എവിടെയെങ്കിലും എൻ്റെ ഏതെങ്കിലും റീലിൻ്റെ താഴെയായിട്ട് എൻ്റെ കോൺടാക്ട് നമ്പർ കാണാം. വാട്സപ്പ് നമ്പർ ഓൺലി. അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഈറ്റ ഫോട്ടോ വേണമെങ്കിൽ അതും കിട്ടാൻ വകുപ്പുണ്ട് കേട്ടോ. അപ്പം ഈ കണ്ണൻ കാരണമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പം കണ്ണനോട് പറഞ്ഞു, ഇനി നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ 2 മാസം കഴിയണം. അപ്പം ഞാൻ ആ ഒരു കാര്യത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് നിങ്ങളോട് പറയാ എന്ന് വെച്ച് മാത്രം എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ 26-ലത്തെ ഒരു സ്വപ്നം ഞാൻ പറഞ്ഞു, നടക്കുകയോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ്. നടക്കുകയാണെങ്കിൽ നടക്കും, അത്ര തന്നെ. ഏതായാലും അതിന് തുടക്കം കുറിക്കാൻ പോകുന്ന ദിവസമാണ്. ആ ഒരു ദിവസം നിങ്ങളോടുകൂടി ഒന്ന് പങ്കുവച്ചേക്കാമെന്ന് കരുതി. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇറങ്ങാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങളാരും പ്രാർത്ഥിക്കില്ല എന്ന് എനിക്കറിയാം. എനിക്കറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളോട് ആരോടും പ്രാർത്ഥിക്കുന്നത്. നടക്കരുതേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. നടക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ഏതോ 1-2 ആൾക്കാരുണ്ടാവും. പക്ഷെ ആ 1-2 ആൾക്കാർ മതി. ആ 1-2 ആൾക്കാരോട് വേണ്ടിയിട്ടാണ് പറയുന്നത്. എൻ്റെ ഈ ആഗ്രഹം കൂടി നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഒന്ന് എന്നെ ഉൾക്കൊള്ളിക്കാം. അപ്പൊ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കലില്ലാലോ എന്ന് ചോദിക്കേണ്ട. ഞാൻ ഇത്ര പേരാന്ന് വെച്ചിട്ട് ഉൾക്കൊള്ളിക്കും. നിങ്ങൾക്ക് പറയാൻ ഞാൻ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ എനിക്ക് പറയാൻ നിങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കാത്തത്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മെല്ലെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.